നമസ്കാരം. 10 വർഷത്തെ പിണറായി ഭരണത്തിന് കീഴിൽ നടക്കാത്ത അഴിമതികൾ ഒന്നുമില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് വാങ്ങൽ നേരത്തെ വിവാദത്തിലായതാണ്. ഇപ്പോഴിതാ പിണറായി കാലത്ത് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലും അഴിമതി പുറത്തു വന്നിരിക്കുകയാണ്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ 3 ഗോഡൌണുകളിൽ തീപിടുത്തത്തിനും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥന്റെ മരണത്തിനും കാരണമായെന്ന് ആരോപിക്കുന്ന ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്ത ഉത്തർപ്രദേശ് ആസ്ഥാനമായ ബാങ്കെ ബിഹാരി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ചട്ടം മറികടന്ന് 7.32 കോടി രൂപയുടെ ഓർഡർ നൽകിയത്. മഴക്കാലത്തിന് മുൻപ് അടിയന്തരമായി ബ്ലീച്ചിംഗ് പൗഡർ സംഭരിക്കണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് മാർച്ച് 11 തുടങ്ങിയ ടെൻഡർ നടപടികൾ ഫലം വന്ന് 2 ദിവസത്തിന് ശേഷം മെയ് 6 പൂർത്തിയാക്കി വിവാദ കമ്പനിക്ക് ഓർഡർ നൽകിയായിരുന്നു. കിലോയ്ക്ക് 46.96 രൂപ നിരക്കിൽ 15.59 ലക്ഷം കിലോ ബ്ലീച്ചിംഗ് പൗഡർ വിതരണത്തിനാണ് അനുമതി നൽകിയത്. 2023 കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഗോഡൌണുകളിൽ വലിയ തോതിൽ സംഭരിച്ച ബ്ലീച്ചിംഗ് പൗഡറിന് തീ പിടിച്ചത്. 9.5 കോടി രൂപയുടെ നഷ്ടം അന്നുണ്ടായി. തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ അഗ്നിരക്ഷാ ജീവനക്കാരൻ മരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകിയതും KMSCL അക്കൗണ്ടിൽ നിന്നാണ്. ബ്ലീച്ചിംഗ് പൗഡറിന്റെ നിലവാരമില്ലായ്മയാണ് തീപിടുത്തത്തിന് കാരണമെന്ന ആരോപണങ്ങളെ തുടർന്ന് കമ്പനിക്ക് നൽകാനുള്ള 1.80 കോടി രൂപ തടഞ്ഞു വെച്ചിരുന്നെങ്കിലും ഇത് പിന്നീട് വിട്ടുകൊടുത്തു. ബ്ലീച്ചിംഗ് പൗഡർ നൽകാൻ മറ്റു കമ്പനികൾ എത്താത്തതിനെ തുടർന്നാണ് ബാങ്കെ ബിഹാരിയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വന്നതെന്നാണ് KHSCL അധികൃതരുടെ വിശദീകരണം. ഇത്രയും അടിയന്തര സാഹചര്യമായിരുന്നിട്ടും മാർച്ച് 11 തുടങ്ങിയ നടപടി മെയ് 6 വരെ നീട്ടിയത് എന്തിനെന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. ബോർഡ് യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ എടുത്ത തീരുമാനത്തിന്റെ സാധ്യതയും ചോദ്യം ചെയ്യപ്പെടും. വിവാദമായ ബ്ലീച്ചിംഗ് പൗഡർ കരാറിൽ പുറത്തുവരുന്നത് വമ്പൻ അഴിമതിയാണ്. ടെൻഡർ ക്ഷണിച്ചപ്പോൾ കരാറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് വാർഷിക വിറ്റുവരവ് കഴിഞ്ഞ് 3 വർഷമായി ശരാശരി 5 കോടി രൂപ വേണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. 2025-2026 സാമ്പത്തിക വർഷത്തിൽ 13,90,780 കിലോഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത്. എന്നാൽ 2026-2027 വർഷത്തിൽ വാങ്ങേണ്ട അളവ് 15,59,382 കിലോഗ്രാമായി കുത്തനെ കൂട്ടുകയും നിരതദ്രവ്യം തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടും വിചിത്രമെന്ന് പറയട്ടെ, വാർഷിക വിറ്റുവരവ് പരിധി 5 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപയായി കുറച്ചു. കഴിഞ്ഞ 2 വർഷമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ KMSCLലേക്ക് ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്തിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിനെ ഒഴിവാക്കാനും കേവലം 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ബാങ്കെ ബിഹാരി കെമിക്കൽസ് എന്ന വിവാദ കമ്പനിക്ക് മാത്രം യോഗ്യത ഉറപ്പാക്കാനും കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ അട്ടിമറിയാണിതെന്ന് സംശയിക്കുന്നു. 5 കോടി രൂപയുടെ പഴയ നിബന്ധന നിലനിർത്തിയിരുന്നെങ്കിൽ ഈ കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ പോലും യോഗ്യതയുണ്ടാകുമായിരുന്നില്ല. ഈ കമ്പനിയുടെ ശരാശരി വിറ്റുവരവ് 3 കോടിക്ക് മുകളിൽ മാത്രമാണ്, 5 കോടി ഇല്ല. 3 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കമ്പനിക്ക് എങ്ങനെയാണ് 7 കോടിയിലധികം രൂപയുടെ ഓർഡർ വിതരണം ചെയ്യാൻ കഴിയുക എന്നതാണ് പ്രസക്തമായ ചോദ്യം. 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ഒരു വിതരണക്കാരന് 7.32 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ നൽകാനുള്ള തീരുമാനം അടിസ്ഥാന സാമ്പത്തിക യുക്തിക്കും റിസ്ക് മാനേജ്മെന്റ് തത്വങ്ങൾക്കും നിരക്കാത്തതാണ്. കൂടാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് വിതരണം ചെയ്യാനും അവരോട് നിർദ്ദേശിച്ചിരുന്നു. യോഗ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വൻകിട വിതരണക്കാരെയും മറികടന്ന് ആവശ്യത്തിന് മൂലധനമില്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തെ സഹായിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമാണ് ഇതിലൂടെ വെളിപ്പെട്ടത്. സ്റ്റോർ പർച്ചേസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരൊറ്റ കമ്പനിക്കാണ് കരാർ നൽകിയത്. സംസ്ഥാന സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെ 28/10/2013 സർക്കുലർ പ്രകാരം ആദ്യം വിളിച്ച ടെൻഡറിൽ ഒരൊറ്റ കമ്പനി മാത്രം യോഗ്യത നേടുമ്പോൾ അത് സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. അത്തരം സാഹചര്യങ്ങളിൽ കർശനമായും റീടെൻഡർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ KMSCL ഫെബ്രുവരി 20 പ്രസിദ്ധീകരിച്ച ആദ്യ ടെൻഡറിൽ തന്നെ യാതൊരുവിധ മത്സരവുമില്ലാതെ ഈ ഒരൊറ്റ കമ്പനിയുടെ ഓഫർ സ്വീകരിച്ചു. 2025 മെയ് ജൂലൈ മാസങ്ങളിൽ ടെൻഡറുകൾ വിളിച്ചിരുന്നതിനാൽ ഇത് റീടെൻഡറായി കണക്കാക്കാം എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. എന്നാൽ 2025 വിളിച്ച ടെൻഡറുകൾ മുൻ സാമ്പത്തിക വർഷത്തെ ആയിരുന്നു. ബ്ലീച്ചിംഗ് പൗഡറിനായി 2026-2027 വർഷത്തെ പുതിയ നിരക്ക് കരാറിനായി ഒരു ടെൻഡർ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് എന്നതിനാൽ കോർപ്പറേഷന്റെ വാദത്തിന് യാതൊരു നിയമപരമായ അടിത്തറയുമില്ല. ആദ്യ ടെൻഡറിലെ ഒരെണ്ണം മാത്രം അംഗീകരിച്ച ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം നടത്തണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇത് റീടെൻഡർ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. റീടെൻഡർ ചെയ്യാതെ ആദ്യ ടെൻഡറിലെ സിംഗിൾ ബിൽഡർക്ക് മാത്രം ഓർഡർ നൽകി. ഇത് കേരള സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ ഗുരുതരമായ ലംഘനമാണ്. ഗവൺമെന്റ് അംഗീകാരമില്ലാതെ ആദ്യ ടെൻഡറിൽ സിംഗിൾ ബിഡ് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിനും ഉത്തരമില്ല.